നമസ്കാരം, വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ വന്ന ഒന്ന് രണ്ട് സംശയങ്ങൾ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സർ, എൻ്റെ ലാബ് ടെസ്റ്റിൽ കൊളസ്ട്രോൾ, എൽ ഡി എൽ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്. അതുപോലെ ക്രിയാറ്റിൻ കുഴപ്പമില്ല. ഞാൻ ഇത്തരം ടെസ്റ്റുകൾ ചെയ്താൽ പോരെ, എൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നോട് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾക്കപ്പുറം വേറെ ചില ടെസ്റ്റുകളുണ്ട് എന്ന് അറിയാനുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറെന്നല്ല, എൻ്റെ ഉപദേശം ഡോക്ടറുടെ അഡ്വൈസ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്, അത്തരം ടെസ്റ്റുകളെ പറ്റി പറയാം പറഞ്ഞിട്ട് ഇത് രണ്ട് വ്യക്തികളാണ് ഇന്നലെ ചോദ്യം ഉന്നയിച്ചത്. ഒരാൾ ബോംബെയിൽ നിന്നും ഒരാൾ എറണാകുളത്തു നിന്നും. സോ ബ്ലഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോമോ IR അറിയേണ്ടി വരും. പിന്നെ കൊളസ്ട്രോളിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LDL കൊളസ്ട്രോൾ മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല, HDLയും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ApoB എന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, LPA എന്ന ടെസ്റ്റ് ഉണ്ട്. ഈ രണ്ട് ടെസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ, ഈ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൊളസ്ട്രോളിന് നിർണായകം. ApoB, LPA, ദെൻ HDL. ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ അല്ല, പക്ഷേ ഫാറ്റ് കൺവേർഷനാണ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഫാറ്റായിട്ട് മാറുന്നതാണ്, അതും പ്രധാനപ്പെട്ടാണ്. അത് കാരണം സാധാരണ ടെസ്റ്റിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഈ LPAയും ApoB ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് പൂർണ്ണമാവില്ല. അതേപോലെ വേറെ ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ A1, ക്യാപിറ്റൽ A1, അത് HDLൻ്റെ ഹെൽത്ത് റിയൽ ടെസ്റ്റാണ്. ദെൻ ഹാർട്ടിനാണെന്നുണ്ടെങ്കിൽ ഹോമോസിസ്റ്റൈൻ എന്ന ടെസ്റ്റ് നടത്താതെ, നിങ്ങൾ കൊളസ്ട്രോൾ മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് ഹോമോസിസ്റ്റൈൻ നോക്കാതെ ഹാർട്ടിൻ്റെ ടെസ്റ്റ് അഷ്വർ ആകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ടെസ്റ്റിൽ അവർ ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ഹോമോസിസ്റ്റൈൻ 20 ഹോമോസിസ്റ്റൈൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഉണ്ടാവില്ല, അത് അറ്റാക്ക് ചെയ്യുന്ന ചാൻസ് ഭയങ്കരമാണ്. 15 കൂടിയ അറ്റാക്ക് ചെയ്യുന്ന ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ഹോമോസിസ്റ്റൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കിഡ്നിക്കാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, പക്ഷേ GFR നോക്കിയാൽ മാത്രമാണ് കിഡ്നി കാര്യം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ കക്ഷികൾ ആ ടെസ്റ്റുകൾ ചെയ്ത് ഞാൻ റിസൾട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ ഡോക്ടറെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. സോ എന്തായാലും ഇത്തരം ടെസ്റ്റുകളിലൂടെ കടന്നു പോവുകയും പരിഹാരമായിട്ട് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് മില്ലറ്റ്സ്, പോസിറ്റീവ് മില്ലറ്റ്സ്, അതും പ്രത്യേകിച്ചും സിരിധാന്യ മില്ലറ്റ്സ്, അൺപോളിഷ്ഡ് ആയിട്ടുള്ള സിരിധാന്യ മില്ലറ്റ്സ് മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.